കെട്ടിയ എന്തിനാണെന്നറിയാം? ഒരു മുഴം കയറിൽ ഇവനെ തൂക്കിക്കളയാൻ വേണ്ടി കെട്ടിയതാ. നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. മുടിയാൻ തന്നേക്കുന്ന തരവ. ഇല്ല, നിന്റെ അമ്മ പ്രാർത്ഥിക്കാത്ത ദിവസമൊന്നുമില്ല. ഇനി നമ്മൾ കുടിക്കുന്നില്ല. ഇല്ല ഇല്ല, തൊടത്തില്ല. മോനെ കൊണ്ട് വന്നല്ലയോ, അവൻ രക്ഷപ്പെടുന്നില്ല. രക്ഷപ്പെടണ്ടേടാ. ഭാര്യ പോയോ? പോയി. എത്ര നാളായി? 1 വർഷമായി. പിള്ളേരുണ്ടോ നിനക്ക്? ഇല്ല. അവർക്ക് ശരിക്കും നിന്നെ വേണ്ട. നിന്നോട് പറഞ്ഞോ? പറഞ്ഞു. കുടി നിർത്തിയാലോ? നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. മുടിയാൻ തന്നേക്കുന്ന തരവ. നിന്റെ അച്ഛൻ കരയാത്ത ദിവസമൊന്നുമില്ല. നിന്റെ അമ്മ പ്രാർത്ഥിക്കാത്ത ദിവസമൊന്നുമില്ല. നീ തകർന്ന് കാണാൻ വേണ്ടി നിന്റെ അകത്ത് നശിക്കാൻ തന്നേക്കുന്ന തരവ. ഇന്ന് രാവിലെ അത് ഉടഞ്ഞു മാറാൻ പോവാ. കൈ അടിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് അധരമൊന്ന് തുറന്ന് കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ മോൻ രക്ഷപ്പെടാതിരിക്കത്തക്ക പോലെ ഇവനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഒരു വെല്ലുവിളിയുടെ ശക്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവനോട് പറയുക. അടപ്രബല ഘടകതനിയാം തരഘടകസിയ അർമ്മമേ റിമൽക്കമന ഘടകതന വേദമന ഘടകം ശംബരാധന. വിനീഷേ, ഇനി നമ്മൾ കുടിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, തൊടത്തില്ല. ഇവൻ ഇനി മദ്യം കുടിക്കത്തില്ല. ഇവൻ രക്ഷപ്പെടും. ഇവനെ ഒരു അപകടത്തെ കൊന്നുകളയാൻ പിശാചിവനെതിരെ ആയുധമുണ്ടാക്കിയതാ. ഇവൻ ആയുസോടെ നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും ഇവന്റെ അമ്മയുടെ കണ്ണുനീരുവാ. എന്നോട് ദൈവം പറയുക, മക്കളെ ഭാര്യ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, വരത്തില്ല കേട്ടോ. അത് ഞാൻ ഉള്ളത് പറയുക. അവര് വരികയില്ല. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ശരിക്കും നീ എൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ ഇത് കണ്ടതാ. എന്നോട് ദൈവം പറഞ്ഞു, നീ രാവിലെ അത് വെച്ചിട്ടാ വന്നേന്നാ പറഞ്ഞേ. ഇനിയും വേണ്ട, ഇനിയും വെച്ചേക്കരുത്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാട്ടോ. അതെനിക്കും അവനെ അറിയത്തുള്ളൂ. നിനക്ക് എത്ര വയസ്സായി? ഇതുപോലത്തെ ഒരു പെന്തിക്കോസ് മീറ്റിംഗിൽ ആദ്യമായിട്ടാ അല്ലയോ? ആദ്യമായിട്ടിരിക്കുക. ഇത് അറിയത്തില്ല ഇതെന്തുവാന്ന്. ആദ്യമായിട്ടാ. അവരാദ്യമായിട്ട് കാണുക ഇതൊക്കെ എന്തുവാന്ന്. അവർ കണ്ടിട്ടില്ല കേട്ടോ. വേണ്ട, ഇവൻ രക്ഷപ്പെടും. ഇവൻ ജീവിതം തിരിച്ചു വരും. ഇവന്റെ അമ്മയെന്ന് കാണും. 2 പിള്ളേരാ ഇല്ലയോ? 2 പിള്ളേർ. വേറൊരാളൂടെ ഉണ്ട്. അവന്റെ പേര് പറ. അശ്വൻനാഥ്. അവനിപ്പോ എവിടാ? ഹൈദരാബാദില. അവന്റെ കുടുംബം എന്ത് ചെയ്യും? ഉണ്ട്. അവർക്ക് മക്കളായോ? വേണ്ട, അവന് തലമുറയുണ്ടാവും. ഇവനും തലമുറയുണ്ടാകും. നിങ്ങളുടെ കുടുംബം അനാഥമാക്കാൻ കെട്ടി നിൽക്കുന്നൊരു പോരാട്ടമുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയുടെ നടുവിൽ എൻ്റെ ദൈവം ആ പ്രതിസന്ധി എടുത്തു കളയും. ഇവന്റെ അകത്ത് കൊടുത്ത കൈവശങ്ങൾ മുഴുവൻ ഇവന്റെ അകത്തുനിന്ന് പൊട്ടിപ്പോകുമെന്ന് ഇന്ന് രാവിലെ ദൈവം എന്നോട് ദൂത് പറയാൻ വേണ്ടി പറയുക. ഒത്തിരി അസമാധാനമാ നീ താമസിക്കുന്ന വീടിനകത്ത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ രക്ഷപ്പെടുന്നില്ല. കയ്യൊരു കാശുമില്ല. കിട്ടുന്നതെല്ലാം ഇങ്ങനെ പോവാം അല്ലയോ? അതിൻ്റെ സങ്കടമായി അപ്പനും അമ്മയ്ക്കും. സങ്കടമല്ലേ? എൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. എനിക്ക് കാണാം. ഞാൻ പരസ്യം വേണ്ട പറയാത്ത, കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇവൻ മിടുക്കനായിട്ട് വരേണ്ടതാ. ഇവരൊരു വൈദേശിക രാജ്യം വരെ എത്തേണ്ടതാ. ഇവനെ ഇടക്കി വെച്ച് പിശാചങ്ങ് കെട്ടിയതാ. കെട്ടിയ എന്തിനാണെന്നറിയാം? ഒരു മുഴം കയറിൽ ഇവനെ തൂക്കിക്കളയാൻ വേണ്ടി കെട്ടിയതാ. മക്കളെ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ സ്പിരിറ്റൊക്കെ പൊട്ടിപ്പോകും. എന്നിട്ട് നീ ഒരു ദൈവ മനുഷ്യനായിട്ട് മാറും. ദൈവം നിന്റെ ജീവിതത്തെ നിനക്ക് തിരിച്ചു തരുന്ന പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ടാകും. ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് സാന്നിധ്യത്തിൽ മറയാ കൊതിയാണപ്പാ കൊതിയാണപ്പാ
കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന. ഓ ഹല്ലേലൂയ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രാവിലെ ഹല്ലേലൂയ യേശുവേ. ഓ ഹല്ലേലൂയ ഹോസന്ന. ഓ ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം നിറനിൽക്കട്ടെ. ഹല്ലേലൂയ ഹോസന്ന.